നാളെ തൃശ്ശൂർ പൂരമാണ്. പൂര വിളംബരം ഇന്നാണ്. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നിടുന്നതോടെയാണ് പൂരത്തിന് വിളംബരമാകുന്നത്. കുമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവിലമ്മയുടെ തിടം വരുന്നത്. നാളെ ഘടകപൂരങ്ങളുടെ വരവിനായാണ് തെക്കേ ഗോപുര നട തുറന്നിടുന്നത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ വെടിക്കെട്ട് ദുരന്തമുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ആചാരപരമായ ചടങ്ങുകൾ മാത്രമായിട്ടാണ് ഇത്തവണത്തെ പൂരം. ലെവിൻ കെ വിജയനും റഹീമും നമുക്കൊപ്പം തത്സമയം ചേരും. അല്പസമയത്തിനകം ഈ ശക്തന്റെ മണ്ണിൽ നിന്ന് ഏറെ വലിയ ആഘോഷത്തോടു കൂടി നടത്തേണ്ടതായിരുന്നു തൃശ്ശൂർ പൂരം ഇത്തവണത്തേതും. പക്ഷേ പൂരത്തിന് കൊടിയേറിയതിന് ശേഷമാണ് അപ്രതീക്ഷിതമായി ഒരു ദുരന്തം ആ ദേശക്കാർക്കിടയിലേക്ക് വരുന്നതും. അത് 15 പേരുടെ മരണത്തിനിടയാക്കി. ഇന്നലെ ഒരാൾ കൂടി മരിച്ചു. ആ മരണപ്പെട്ടയാളാണെങ്കിൽ കാലങ്ങളായി തന്നെ തിരുവമ്പാടിയുടെ ഈ വെടിക്കോപ്പിൻ്റെ നിർമ്മാണ ചുമതലക്കാരനായിരുന്നു. വെടിക്കെട്ടിൻ്റെ ചുമതലക്കാരനായിരുന്നു സതീശൻ. അദ്ദേഹത്തിൻ്റെ കൂടി മരണം ഇന്നലെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ദുഃഖഭാരം ഇരട്ടിയാണ് ഈ ദേശക്കാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും കൊടിയേറിയതിന് ശേഷമാണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആചാരങ്ങളൊക്കെയും ആചാരങ്ങളായി തന്നെ നടക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം സർക്കാർ വിളിച്ച യോഗത്തിൽ 2 ദേവസ്വങ്ങളും നിലപാടെടുത്തത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കേണ്ട കുടമാറ്റമൊക്കെ 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കിക്കൊണ്ടാണ് ആചാരങ്ങൾ നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പൂര വിളംബരം നടക്കുന്ന ദിവസമാണ്. അബ്ദുൽ റഹീം നമുക്കൊപ്പം ചേർന്നുണ്ട്. റഹീമെ, ശക്തന്റെ മണ്ണിൽ അങ്ങനെ വിളംബരം ഇന്ന് നടക്കുകയാണ്, പൂര വിളംബരം. സേതു, അതുതന്നെയാണ് എവരും കാത്തിരുന്ന തൃശ്ശൂർ പൂരത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പൂര വിളംബരം അല്പസമയത്തിനകം ആരംഭിക്കും. ഞാനിപ്പോൾ ഉള്ളത് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് നെയ്തലക്കാവിലമ്മ കൊമ്പൻ എറണാകുളം ശിവകുമാറിൻ്റെ ചുമരിലേറി നഗരം ചുറ്റി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം നാളെ ഘടകപൂരങ്ങൾക്ക് കടന്നു വരാൻ തെക്കേ ഗോപുരനട തുറന്നിടുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെയും, അതായത് ഈ നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിൻ്റെ ചുമരിലേറി ഏകദേശം 8:15 ഈ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട്, അതായത് 8 ഘടകക്ഷേത്രങ്ങളാണ് പൂരത്തിലേക്ക് എത്തുന്നത്. കണിമംഗലം ശാസ്താവ്, അതോടൊപ്പം തന്നെ പനമുക്കുംപള്ളി ശാസ്താവ്, ചെമ്പൂക്കാവ് ഭഗവതി, കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, ലാലൂർ ഭഗവതി, അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ഇങ്ങനെ 8 ഘടകപൂരങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താനായി എറണാകുളം ശിവകുമാറിന്റെ ചുമരിലേറി നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തുറന്നിടും. അതോടുകൂടി പൂര വിളംബരം ആവുകയാണ്. നമുക്കറിയാം, ഇത്തവണ പൂരവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് പോലെ തന്നെ വലിയ ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല. നമുക്കറിയാം, അപകടത്തിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ട്. എങ്കിലും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ മുറ പോലെ നടക്കും എന്നുള്ളതാണ്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 8 മണിക്കാണ് ഇവിടെ നിന്ന് പൂര വിളംബരവുമായി എറണാകുളം ശിവകുമാറിന്റെ ചുമരിലേറി നെയ്തലക്കാവ് ഭഗവതി പുറപ്പെടുക. അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ശരി റഹീം, ഞാൻ റഹീമിലേക്ക് വരാം. ലെവിൻ കൂടി നമുക്കൊപ്പം ചേരും. പറഞ്ഞ പോലെ തന്നെ നെയ്തലക്കാവിലമ്മ 11 മണിയോടെയാണ് വടക്കുംനാഥനിൽ പ്രവേശിക്കുക. 11:30 തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ദേവി ശ്രീ മൂലസ്ഥാനത്തിന് സമീപത്തുള്ള നിലപാട് തറയിലെത്തി വിളംബരം ചെയ്തതോടുകൂടിയാണ് ആദ്യ ഘടകപൂരത്തിൻ്റെ പുറപ്പാട് ആരംഭിക്കുക. അങ്ങനെ ഒരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്, അല്ലെ? ഓരോ പൂരം കഴിയുമ്പോഴും അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ആ പൂരമാണ് വന്ന് ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ പൂരത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാവരും ആ ഒരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൻ്റെ മാറ്റ് കുറഞ്ഞിരിക്കുന്നു. 10-15 പേരുടെ മരണത്തിനിടയ്ക്ക് ഒരു മഹാദുരന്തം അവിടെ ഈ പൂരക്കാലത്ത് തന്നെ സംഭവിക്കുകയും ചെയ്തു.